ഹലോ ഗൈസ്, ഒരു കാര്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങ് പോവാം. നിങ്ങളെല്ലാവർക്കും അറിയുന്നത് പോലെ ഞാൻ ദണ്ടെ ടെക്നിക്സിൻ്റെ ഈ ഒരു TWS ഒക്കെ ഞാൻ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. കിടിലം സാധനം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ വില കുറഞ്ഞ റിയൽമിയുടെ TWS ഞാൻ അടിപൊളി എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതേപോലത്തെ ഓപ്പൺ ഇയർ സ്റ്റൈൽ TWS ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു സന്തോഷ വാർത്ത പറയാൻ വന്നതാണ്. ഈ സാധനങ്ങളുടെയൊക്കെ ബാറ്ററി തീർന്നു പോയി കഴിഞ്ഞാൽ ഇതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നറിയോ? എടുത്ത് ചവിട്ട് കുട്ടയെ കളയുക. ബിക്കോസ് ഇതിലിനി എക്സ്ട്രാ ബാറ്ററി ഇടാനൊന്നും പറ്റൂല. മനസ്സിലായ? അതായത് രമണ, இந்த സാധനത്തിൻ്റെ ഉള്ളിൽ ഒരു ബാറ്ററി ഇറുക്ക്, അന്ത ബാറ്ററി അടിച്ചു പോച്ചാ അത് പോച്ച് അവിടെ ഇരുന്ന് 3G ആവാം. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരുമാതിരിപ്പെട്ട എല്ലാവരും വില കൂടിയതാണെങ്കിലും ഇതേപോലത്തെ IEMs അല്ലെങ്കിൽ നമ്മളുടെ സിമ്പിളായിട്ടുള്ള ഹെഡ്സെറ്റുകളില്ലേ അത് യൂസ് ചെയ്യുന്നത്. വയർലെസ് ആയിട്ടുള്ള എല്ലാ ഇങ്ങനത്തെ സാധനങ്ങളുടെയും ബാറ്ററി തീർന്നു കഴിഞ്ഞാൽ അത് കാണ്ട് ബി റീപ്ലേസ്ഡ്. ആസ് സിമ്പിൾ ആസ് ദാറ്റ്. ഇത് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ഒന്ന് പറയാമെന്ന് വിചാരിച്ചതേ ഉള്ളൂ. അതിപ്പം വില കൂടിയതായിക്കോട്ട് വില കുറഞ്ഞതായിക്കോട്ട്, എവറിത്തിങ് ഇൻസൈഡ് ദ ഡസ്റ്റ്ബിൻ, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊണ്ടിങ്ങനെ വെച്ചിട്ടിങ്ങനെ നോക്കിയിരിക്കുക. ഒരു 3-4 വർഷമൊക്കെ ഈസി ആയിട്ട് പോവും ബാറ്ററി. 3-4 വർഷത്തേക്കൊന്നും കുഴപ്പമില്ല. പക്ഷേ അത് കഴിഞ്ഞാൽ ഇവിടെ ഉള്ളൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഈ വയർ, ഇവിടെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ ഡ്രൈവേഴ്സിനൊന്നും അധികം ഒന്നും പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ നിന്നെ ഞാൻ സമ്മതിക്കും ഇതിനെയൊക്കെ ചീത്തയാക്കുകയാണെങ്കിൽ. പക്ഷേ വയർ പൊട്ടിപ്പോവുകയാണെങ്കിൽ വേറെ വയർ വാങ്ങിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഏത് ഈ IEM എന്ന് പറയുന്ന സാധനത്തിൻ്റെ അതേപോലെ തന്നെ വയർ ഹെഡ്സെറ്റും. സോ അത് പറയണമെന്നുണ്ടായിരുന്നു. ബൈ.